ഒരു പ്രത്യേക സ്ക്രീൻഷോട്ട് ഇന്നലെ DMKയുടെ പേരിൽ ഫോൺ നമ്പർ വെച്ച് പ്രചരിച്ചിട്ടുണ്ട്. അത് ചേലക്കര നിയോജകമണ്ഡലത്തിൽ 1000 വീട് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വീട് ആവശ്യമുള്ള ആളുകൾ ഈ ഫോൺ നമ്പറിലോ DMKയുടെ ഓഫീസിലോ ബന്ധപ്പെടുക എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. DMK എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ DMK അല്ല, അൻവറിൻ്റെ പാർട്ടിയാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിഗത ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അതിന് അപേക്ഷ ക്ഷണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ്. സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്, അഭ്യർത്ഥന. അതിൽ അദ്ദേഹം PV അൻവറിൻ്റെ DMKയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സ്ഥാനാർത്ഥിയെ കൂടി ബാധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ സർവേ നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്ര ശതമാനം വോട്ട് കിട്ടും എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. ഒരു അഭ്യർത്ഥനയിൽ സ്ഥാനാർത്ഥി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്, പരിധിക്കപ്പുറത്തേക്ക് പോയി സുധീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അഭ്യർത്ഥനയിലൂടെ. അപ്പോൾ ഇത് രണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇത് നേരത്തെ തൊട്ട് ഈ വീടിൻ്റെ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ UDF അതിലൊരു പരാതി പറയുകയോ അൻവറിനെതിരെ ഇതുവരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. UDF എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് എനിക്കറിയില്ല. B ടീം ആയതുകൊണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. അൻവർ ഇപ്പോൾ പാലക്കാട് പിന്തുണ കൊടുത്തയാളല്ലേ UDFന്. അപ്പോൾ അവർക്ക് ആ പരാതി ഉണ്ടാവേണ്ട കാര്യമില്ല. സ്വന്തം ആളുകളുടെ പ്രഖ്യാപനം അത് പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്ന് അവർ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇത് ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം മാത്രമല്ല, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് എന്തെങ്കിലും ആവാം എന്ന പേരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കയറി ജീവനക്കാർക്ക് നേരെ, ഡോക്ടർമാർക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞ് രോഗികളെയാകെ പ്രശ്നത്തിലാക്കി. ആശുപത്രിയുടെ സുരക്ഷിത നിയമം പാസ്സാക്കിയൊരു സ്ഥലത്തിനാണ് ഒരു നിയമസഭാംഗവും സ്ഥാനാർത്ഥിയും സുധീറും കൂടി ചേർന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അവരുടെ പരാതിയുണ്ട്. ആ പരാതിയുടെ മേലിൽ പത്രസമ്മേളനം നടത്തി രാജ്യത്തുള്ള എല്ലാവരെയും അസഭ്യം പറയുക എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഈ രാജ്യത്തു നിന്നുള്ളവരല്ല, SDPIയുടെ ധാരാളം ആളുകളാണ് ആ പോലീസ് സ്റ്റേഷൻ മാർച്ചിലുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇതും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനെ അട്ടിമറിക്കാൻ വേണ്ടി, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് യാതൊരു പ്രകോപനത്തിനും വഴിപ്പെടാതെ സമാധാനപരമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകണം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തണം. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. അത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ പ്രകോപനമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെയും ജനങ്ങളെ അണിനിരത്തി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്.